നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഏതാണ്ട് 7 കമ്പനികളിലെ റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ്. അത് വിവിധ അവസരങ്ങൾ, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. കൂടുതൽ അവസരങ്ങളും ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും, ഇത് വിവിധ വിഷയങ്ങളിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞവർക്കൊക്കെ ഉള്ളതാണ്. കൂടുതൽ അവസരങ്ങളുണ്ടെങ്കിലും പ്ലസ് ടുക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ജോലികൾ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ നൽകാറുണ്ട്. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റ് ടെലിഗ്രാം പോലെയുള്ള മറ്റ് ചാനൽ കൂടിയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇത് നമുക്ക് മുത്തൂറ്റ് ഗ്രൂപ്പിലേക്ക് ഡിഗ്രിക്കാർക്കുള്ള അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. 32,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് ഏതാണ്ട് ഇന്ത്യയിലാകുവാൻ ഏതാണ്ട് 7,000-ലധികം ബ്രാഞ്ചുകളുള്ള ഒരു വലിയ കമ്പനിയാണ്. ഇവര് ഓഡിറ്റ് എക്സിക്യൂട്ടീവ്സ്, അതേപോലെ ജൂനിയർ ഓഡിറ്റ് എക്സിക്യൂട്ടീവ്സ്, ഈ ഒരു തസ്തികയിലേക്കൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ബൾക്ക് ഹയറിംഗ് ആണ്. നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സൗത്ത് ഇന്ത്യ റീജിയനിലുള്ള അവരുടെ ബ്രാഞ്ചുകൾ എവിടെ വേണേലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ കമ്പ്യൂട്ടേഴ്സിലെ ഒരു വർക്കിംഗ് നോളജ് കാണണം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ശമ്പളം 29,000 വരെ തൊട്ട് 32,000 വരെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഏത് സ്ഥലത്താണ് പോസ്റ്റിംഗ് എന്നൊക്കെ അനുസരിച്ച് വ്യത്യസ്തപ്പെടും. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഡിഗ്രിക്കാരുണ്ടെങ്കിൽ ഒന്നുകിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് മുത്തൂറ്റ് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത അവസരം ജൈസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവര് ഡിഗ്രിക്കാരെയും പി ജിക്കാരെയും ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ അല്ലെ സ്കിൽ ഡെവലപ്മെന്റ് ഫാക്കൽറ്റി ഒരു തസ്തികയിലാണ് ഹയർ ചെയ്യുന്നത്. ഇത് ഇവരുടെ ക്ലൈന്റ് സ്കൂളുകളുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇവരുടെ ക്ലൈന്റ് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ജോലിയുടെ ഒരു സ്വഭാവം. മികച്ച ശമ്പളമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു 20,000 മുതൽ 35,000 രൂപയ്ക്ക് വരെയാണ് ഇവര് ശമ്പളം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ ടൈം ആയിട്ട് തിങ്കൾ മുതൽ ശനി വരെ ജോലി ഉണ്ടായിരിക്കും. ഓൾട്ടർനേറ്റ്, അതായത് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഒക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ബാക്കി ദിവസങ്ങളൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഡിഗ്രിയുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഉടൻ തന്നെ സെലക്ട് ആയാൽ ജോലിക്ക് കയറേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം സ്പെറിഡിയൻ ടെക്നോളജിയാണ്. സ്പെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന US-ലൊക്കെ പ്രവർത്തനമുള്ള ഒരു വലിയ കമ്പനിയാണ്. ഇവര് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവരുടെ ക്ലയൻസിന് വേണ്ട സപ്പോർട്ട് വോയിസിലൂടെ നൽകുക എന്നുള്ളതാണ്. ഒരു ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. അങ്ങനെയുള്ളവർ ഇതിന് അപ്ലൈ ചെയ്താൽ മതിയാകും. ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ജൂൺ 14 ശനിയാഴ്ച ഈ സ്പെറിഡിയന്റെ കാർണിവൽ ഇൻഫോ പാർക്കിലുള്ള ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. കാർണിവൽ ഇൻഫോ പാർക്കിൽ ഫേസ് 4 8ാമത്തെ ഫ്ലോറിലാണ് സ്പെറിഡിയൻ ടെക്നോളജി. അങ്ങോട്ടേക്ക് 2 മണിക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, നല്ല ഇംഗ്ലീഷ് സ്കിൽസ് ഉള്ള, അതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റിൽ US ബിസിനസ് അവേഴ്സിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആകുന്നവർ അപ്ലൈ ചെയ്താൽ മതിയാവും. 20,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്ന ഒരു അവസരം എന്നാണ് അവരുടെ HR ടീമിൽ നിന്ന് സൂചിപ്പിച്ചത്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകുന്നു. ഇനി അടുത്ത അവസരം നമ്മുടെ EVM ഗ്രൂപ്പിലേക്കാണ്. EVM ഗ്രൂപ്പ് പുതിയതായിട്ട് വിൻഫാസ്റ്റ് എന്ന കമ്പനി, വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിയറ്റ്നാം ഓട്ടോമൊബൈൽ കമ്പനിയാണ്. ഇപ്പം അവരുടെ EV കാറുകൾക്ക് ലോകത്തെമ്പാടും വലിയ ഡിമാൻഡാണ്. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഹയറിങ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ലൊക്കേഷനുകളിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി തസ്തികകളുടെ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെയിൽസ് മാനേജർ, സെയിൽസ് കൺസൾട്ടന്റ്, സെയിൽസ് ബാക്ക് ഓഫീസ്, റീറ്റെയിൽ ഫിനാൻസ്, ആക്സസറീസിലേക്ക്, ഇൻഷുറൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ സർവീസ് അഡ്വൈസർ, സ്പെയർ പാർട്സിലേക്ക്, വാറന്റി, ബോഡി ഷോപ്പ്, അക്കൗണ്ട്സ്, കസ്റ്റമർ റിലേഷൻസ്, HR, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഈ 3 ജില്ലകളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ഭീമ ഗ്രൂപ്പിലേക്കാണ്. ഭീമ ഗ്രൂപ്പ് കൊച്ചിയിലേക്ക് MG റോഡ് ഷോറൂമിലേക്ക്
എല്ലാ ചൊവ്വാഴ്ചകളിലും വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അത് മിനിമം ഒരു +2 ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇവിടെ കാണാൻ സാധിക്കും കുറേ എണ്ണമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഷോറൂം മാനേജർ ഉണ്ട്, അസിസ്റ്റന്റ് ഷോറൂം മാനേജർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഓഫീസർ, ഇങ്ങനെയൊക്കെ ഉള്ളത് എക്സ്പീരിയൻസ് ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് തസ്തികയുണ്ട്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. അപ്പോൾ ഇതേതെങ്കിലുമൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മിനിമം +2 ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഭീമയുടെ MG റോഡ് ഷോറൂമിൽ അത് ലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഫെഡറൽ ബാങ്കിന്റെ കരിയർ സൈറ്റിൽ കാണാൻ സാധിക്കും. ഒന്ന്, അസോസിയേറ്റ് ഓഫീസർ സെയിൽസ്, ഈ തസ്തികയിലേക്ക് ഹയറിംഗ് ഉണ്ട്. ഇവിടെ കാണാനായിട്ട് സാധിക്കും അസോസിയേറ്റ് ഓഫീസർ സെയിൽസ് ഈ തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഇതിന് 22-ാം തീയതി ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് 6-ാം തീയതി ജൂലൈയിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഗ്രാജുവേറ്റ് ഫ്രം യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. 50% ഓർ എബവ് 10th-ലും 12th-ലും ഡിപ്ലോമയ്ക്കും ഗ്രാജുവേഷനും ഒക്കെ നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 27 വയസ്സ് കവിയല്ല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂൺ 1-ാം തീയതി പ്രകാരമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, only candidates whose place of domicile is കർണാടക, മഹാരാഷ്ട്ര ഓർ തമിഴ്നാട് ആർ എലിജിബിൾ ടു അപ്ലൈ. അതായത് കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് വാസസ്ഥലമായിട്ടുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് കേൾക്കുന്ന മലയാളികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജില്ലകളിൽ ഈ സംസ്ഥാനങ്ങളിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ബാക്കി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാം. മികച്ച ശമ്പളമൊക്കെയാണ് 4.59 lakh to 6.19 lakh, അതുകൊണ്ട് 6 ലക്ഷത്തിലധികം പ്രതി വർഷ ശമ്പളമൊക്കെയുള്ള CTC ഒക്കെയുള്ള അവസരമാണ്. കൂടാതെ നാഷണൽ പെൻഷൻ സ്കീം പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് ലൊക്കേഷനും ഞാൻ മുമ്പ് സൂചിപ്പിച്ച കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റിലായിരിക്കും. 1 year പ്രൊബേഷൻ ഉണ്ടായിരിക്കും. ബാക്കി സെലക്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 350 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും എന്നും അറിയുക. ഇനി ഞാൻ ഒരു ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലൂടെയൊക്കെ ആയിരിക്കും സെലക്ഷൻ നടത്തുക. ഇനി നമുക്ക് CMD, ഇനി നമുക്ക് കേരള ഗവൺമെന്റ് കീഴിലുള്ള CMD വഴി നടക്കുന്ന 3 റിക്രൂട്ട്മെന്റിന്റെയും കൂടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. അതിൽ ഒന്ന് KFON-ലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് CMD വഴി നടക്കുന്ന ആദ്യത്തെ റിക്രൂട്ട്മെന്റ്, KFON, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. അപ്പോൾ ഇതിന്റെ ഒരു ഹയറിങ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് ഒരു തസ്തികയിലേക്കാണ്. 15ഓളം ഒഴിവുകളുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 23-ാം തീയതി ജൂൺ വരെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളാണ്. ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് 15 ഒഴിവ്, 1 year കോൺട്രാക്റ്റ് ആണ്, 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം. ഇതിന് BE, BTech, അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ECE, EEE, ഇലക്ട്രിക്കൽ, EIE ഒക്കെ മിനിമം 60% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30,000 ആയിരിക്കും ഇതിൻ്റെ റിമ്യൂണറേഷൻ, പ്ലസ് ഒരു 10,000 ഇൻസെൻറ്റീവ് ഒക്കെ പോലെ ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാക്സിമം 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ബാക്കി ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. CMD തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. CMDയുടെ മറ്റൊരു ഹയറിങ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ്. ഇതിന് BE അല്ലെങ്കിൽ BTech, അത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെ MTech ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 1 to 3 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. 21,000 മുതൽ 25,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. ഇനി CMD വഴി 3ാമത് ഒരു റിക്രൂട്ട്മെന്റിനെ കൂടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. കുടുംബശ്രീയിലേക്ക് ഒരു കരാർ നിയമനം കൂടി നടത്തുന്നുണ്ട്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കായിരിക്കും. ഇവിടെ 2 ഒഴിവുകളാണ്, അതായത് തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ 2 ഒഴിവുകൾ. എന്നാൽ ഭാവിയിൽ കൂടുതൽ ഒഴിവുകൾ വന്നേക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് MBA അല്ലെങ്കിൽ MSW ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. 40 വയസ്സിൽ കൂടുതൽ പ്രായം കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഒരു 5 വർഷത്തേക്ക് പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. ജോലിയുടെ സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. 40,000 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിയമന പ്രക്രിയയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ 25 ജൂണിനകം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 7 റിക്രൂട്ട്മെന്റുകളുടെ ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. മിക്കവാറും എല്ലാ റിക്രൂട്ട്മെന്റുകളും സൗജന്യമാണ്. നിങ്ങൾ 1-2 എണ്ണത്തിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ്. അതൊക്കെ മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.